മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 സയൻസ് യോഗ്യതയുള്ളവർക്ക് ഒരു നല്ലൊരു ജോലി നേടാം. +2 സയൻസ് യോഗ്യതയുള്ളവർക്ക് ഏകദേശം 63,700 രൂപ വരെ ശമ്പളം കിട്ടാവുന്ന ഒരു നല്ലൊരു ജോലി. നമുക്ക് നോക്കാം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. ഇത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ബാച്ച് ആരംഭിച്ചിരുന്നു. ഏകദേശം 4 ബാച്ചുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ആണ്. ഈ ജനുവരി 5-ാം തീയതി പുതിയ ബാച്ചാണ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം 50 മാർക്കിന് MLT ടോപ്പിക്ക് പഠിക്കണം. അതുകൊണ്ട് തന്നെ ദ ബെസ്റ്റ് ഫാക്കൽറ്റീസിനെ കൊണ്ട് ഈ 50 മാർക്കിന്റെ ML ടോപ്പിക് ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്ത് വെച്ചേക്കുകയാണ്. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഈ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്തുമാത്രം മുന്നിലാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഓൾറെഡി 50 മാർക്കിന്റെ ടോപ്പിക് നമ്മൾ കംപ്ലീറ്റഡ് ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഓരോ ദിവസവും സ്റ്റഡി പ്ലാൻ തരും, എക്സാം ഇടും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ 733/2025. ഗസറ ഡേറ്റ് 31/12/2025 ആണ്. എന്ന് വരെ അപ്ലൈ ചെയ്യാം? ഫെബ്രുവരി 4-ാം തീയതി വരെ. എല്ലാവരും ഇപ്പം തന്നെ അപ്ലൈ ചെയ്തേക്കുക. കാറ്റഗറി നമ്പർ മറക്കണ്ട, 733/2025. ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. പോസ്റ്റിന്റെ പേരെന്താണ്? ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. സ്കെയിൽ ഓഫ് പേ 27,900 മുതൽ 63,700 വരെ. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് ഉള്ളത്. ഓക്കെ, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എത്രയാണ്? 18 മുതൽ 36 വരെ. ക്വാളിഫിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത ഉള്ളത്. പാസ് ഇൻ പ്രീ ഡിഗ്രി ഓർ +2 കോഴ്സ് ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആസ് ഓപ്ഷണൽ സബ്ജക്ട് അല്ലെങ്കിൽ VHSC MLT. ഒരു കാര്യം പറയട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. അതായത് കമ്പ്യൂട്ടർ സയൻസുകൾക്ക് പറ്റത്തില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. അത് മസ്റ്റായിട്ടും പറയുന്നുണ്ട്. പാസ് ഇൻ പ്രീ ഡിഗ്രി +2 കോഴ്സ് ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റ് ഏതെങ്കിലും പഠിച്ചിരിക്കണം. അതല്ലെങ്കിൽ എന്താണ്? VHSC MLT. ഇനി ചില ആൾക്കാർക്ക് ഡൗട്ട് കാണും, സാറേ ഈ VHSC MLTക്കാർ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പുറകിൽ പോവുക +2 സയൻസ്? ഒരിക്കലുമില്ല. നമുക്കറിയാം, ഞങ്ങളുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു 100 കുട്ടികൾ ജോയിൻ ചെയ്താൽ 80 കുട്ടികൾ +2 സയൻസുകാരും 20 കുട്ടികൾ VHSC MLTക്കാരും ആയിരിക്കും. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താ? 50 മാർക്കിന് MLT ഉണ്ട്. ആ 50 മാർക്കിന് MLTയും VHSCക്കാർക്ക് ഒരു ഇത് പഠിച്ചതാണ് അവർ. പക്ഷെ +2 സയൻസുകാർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുൻകൂട്ടി ക്ലാസ് എടുത്തത്. നിങ്ങൾ വരുമ്പോൾ തന്നെ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യും. അത് മാക്സിമം കണ്ടു തീർക്കാം, റിവിഷൻ ചെയ്യാം, വീണ്ടും വീണ്ടും കാണാം, എക്സാമുകൾ വീണ്ടും വീണ്ടും എഴുതാം. 100% കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കറിയാം ഒരു പരീക്ഷ എങ്ങനെ നേരിടണമെന്ന്. ഒരു കുട്ടി ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണ് മാസ്റ്റർ കെ അക്കാഡമിയിൽ. നമ്മുടെ ഒരു കുട്ടി ജോയിൻ ചെയ്തു. ആ കുട്ടി വയ്ക്കും, സാറേ അത് 50 മാർക്കിന് MLT ഉണ്ടല്ലോ, ഫിസിക്സ് കുഴപ്പമില്ല, കെമിസ്ട്രി കുഴപ്പമില്ല, സുവോളജി കുഴപ്പമില്ല, ബോട്ടണി കുഴപ്പമില്ല, അത് +2 ഞങ്ങൾ പഠിക്കുന്നതാണ്, അത് ഞങ്ങൾക്ക് പ്രശ്നമുള്ളതല്ല. പക്ഷെ 50 മാർക്കിന് MLT എങ്ങനെ പഠിച്ചെടുക്കും? ഇവിടെ മാസ്റ്റർ കെ അക്കാഡമി അതിനെപ്പറ്റി നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കുകയേ വേണ്ട. ഞങ്ങളുണ്ട് കൂടെ, 100% ഞങ്ങൾ ഉണ്ടാവും കൂടെ. ഞങ്ങൾ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യും, എക്സാംസ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. പുതിയ ബാച്ച് ജനുവരി 5 തിങ്കളാഴ്ച ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. ഞങ്ങളൊപ്പം ഉണ്ട്. ആ ഒരു കോൺഫിഡൻസിൽ പഠിച്ചു പോവുക. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. എത്രയും പെട്ടെന്ന് മാസ്റ്റർ കെ അക്കാഡമിയിൽ പഠനം പഠിപ്പിക്കുക. താങ്ക് യു.